ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നത്. നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ലേ? അതെടുക്കാൻ വരെ. എന്നാലും ആ പാവം രേണുസുതിയോട് ഇത് വേണ്ടില്ലായിരുന്നു മക്കളെ. ആ പാവം നിങ്ങളോടൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഞാനിത് കേട്ടപ്പോണ്ടല്ലോ 1-2 നിമിഷം തരിച്ചിരുന്നു പോയി. പിന്നെ ആരോ വന്ന് തട്ടിപ്പോയാണ് സ്വബോധം തിരിച്ചു കിട്ടിയത്. സംഭവം എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് കേട്ടിട്ട് ആരും പാനിക് ആവൂല എന്ന് എനിക്ക് ഉറപ്പ് തരണം. എന്നാലേ ഞാൻ പറയൂ. എല്ലാവരും ആത്മസംയമനം പാലിച്ചിട്ട് വേണം ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ നമ്മുടെ രേണുസുതി ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ആരെങ്കിലും അറിഞ്ഞിരുന്നോ? എന്നാൽ രേണുവും ആ പരിപാടി തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ പരിപാടിയാണല്ലോ ചില പെണ്ണുങ്ങളുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത്. നമ്മൾ പൈസ കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ ഇവരുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ നമുക്ക് കാണാം. അതാണ് പരിപാടി. ഈ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ അതന്നെ കുറച്ച് ക്ലീവേജ്, കുറച്ച് വയറ്, കുറച്ച് തൊട, അങ്ങനെ ശരീരത്തിലെ പല ഭാഗങ്ങളും മൊത്തമായും ചില്ലറയായും കാണിച്ചു കൊടുക്കപ്പെടും. വ്യഭിചാരത്തിന് ഒരു ലൈവ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അങ്ങനെ പറയാൻ കഴിയുന്നുള്ളൂ കേട്ടോ. അർദ്ധനഗ്നമായിട്ടുള്ള ശരീരം കാണിച്ചു കൊടുത്ത് പൈസ ഉണ്ടാക്കുന്നതിന് ഒരു മിനി വ്യഭിചാരം എന്ന് തന്നെ വിളിക്കാം. അതിൽ യാതൊരു കുഴപ്പവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമ്മുടെ രേണു ചേച്ചി ഇൻസ്റ്റയിൽ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങി. എന്ത് കണ്ടിട്ടാണാവോ എന്തോ ആവട്ടെ, എന്തായാലും തുടങ്ങിയല്ലോ. അത്യാവശ്യം ആളുകൾ രേണുവിന്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തു. അതും എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല. ഇനി ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടാൻ പോകുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയോടെ പുറത്ത് സബ്സ്ക്രൈബ് ചെയ്തതാവാനാണ് സാധ്യത. എന്തായാലും അങ്ങനെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി പോയിക്കൊണ്ടിരിക്കുന്നതിനിടക്കാണ് രേണു ആ വലിയ സത്യം മനസ്സിലാക്കിയത്. തന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ, അതായത് ക്ലീവേജ് ഒക്കെ കാണിക്കുന്ന തന്റെ ഫോട്ടോകളും മറ്റും ആരൊക്കെയോ ചേർന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പാവം രേണുവിനോട് ഈ ചതി വേണ്ടിയില്ലായിരുന്നു. എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയോ ചേച്ചി ഓരോരോ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ ഉണ്ടാക്കുന്നത്. അതൊക്കെ എടുത്ത് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ആരെങ്കിലും ചേച്ചിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കോ? എല്ലാം ഇങ്ങനെ ഫ്രീ ആയി കാണാൻ പറ്റിയ പിന്നെ എന്തിനാണ് ഈ സബ്സ്ക്രിപ്ഷൻ? കൊടും ചതിയാണിത്. എന്തായാലും തന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് 2 ദിവസം മുമ്പ് രേണു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്നും കണ്ടുനോക്കാം. ഹായ്, നമസ്കാരം. രേണുസുതിയാണ്. ഞാൻ വന്നത് വേറൊന്നുമല്ല. നിങ്ങൾക്കറിയാം ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയാ, എന്നെ പോലെ തന്നെ അതായത് മിക്ക വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ? നിങ്ങൾക്കറിയാം. സോ അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാർ ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റ് പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാൽ അവസ്ഥ ഒന്ന് ആലോചിക്കും. അതിലിപ്പോ എന്താ എത്ര ആലോചിക്കാൻ? എന്താ എത്ര പ്രശ്നം? നിങ്ങൾ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ ഇടുന്നു, ആളുകൾ അത് പൈസ മുടക്കി കാണുന്നു, ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുന്നു. അതിലിപ്പോ എന്താ? സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആവശ്യമുള്ളവർ എടുക്കും. നിങ്ങൾ കാണിക്കാൻ നിന്നിട്ടല്ലേ, അല്ലാണ്ട് വെറുതെ ഒന്നല്ലല്ലോ. പൈസ മുടക്കി നിങ്ങളുടെ അപരാധമൊക്കെ കാണുകയും വേണം. എന്നാൽ അത് സ്ക്രീൻഷോട്ട് എടുക്കാനും പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താ അവസ്ഥ? പിന്നെ നിങ്ങൾ ചോദിച്ചില്ലേ, വലിയ സെലിബ്രിറ്റികളും നടിമാരും ഒക്കെ ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ ചെയ്യാറുണ്ടല്ലോ. അവരുടെ ഒന്നും ആരും ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിക്കാറൊന്നും ഇല്ലല്ലോ എന്ന്. അതെന്തെന്നറിയോ? ഒന്നാമത് ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആളുകളൊന്നും അത് വിളിച്ചു പറഞ്ഞു നടക്കാറില്ല. ഈ പോൺ വീഡിയോ കാണുന്നത് ആരെങ്കിലും വിളിച്ചു പറഞ്ഞു നടക്കോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. പക്ഷെ എന്നിട്ടും നിങ്ങളുടേത് മാത്രം ആരൊക്കെയോ ചേർന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തെന്ന് വെച്ചാൽ അതിലൊരു കണ്ടന്റ് ഉണ്ട്. അതാണ് കാരണം. ഈ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്നും പറഞ്ഞ് എന്ത് തേങ്ങയാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നതെന്ന് അറിയാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടേത് തന്നെ പ്രചരിപ്പിക്കപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ അതിൽ നിങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ടത്. വലിയ സെലിബ്രിറ്റികളുടേത് പോലും ആരും പ്രചരിപ്പിക്കുന്നില്ല. പക്ഷെ രേണു ചേച്ചിനേത് മാത്രം പ്രചരിപ്പിക്കാന്ന് പറഞ്ഞാൽ അതൊരു സംഭവമല്ലേ ചേച്ചി? അതൊരു ക്രെഡിറ്റ് ആയിട്ട് കൂട്ടിയാൽ മതിന്നേ ചേച്ചി ബാക്കി പറഞ്ഞതായിരുന്നു. ഇത് എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണിത് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സ്. എന്തോന്നാ ചേച്ചി സബ്സ്ക്രിപ്ഷൻ മര്യാദയ്ക്ക് പറയാൻ പോലും അറിയില്ല. ആ ആളാണ് സബ്സ്ക്രിപ്ഷനും എക്സ്ക്ലൂസീവ് കണ്ടന്റും ഒക്കെ കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെന്താ പറഞ്ഞത്? ഇങ്ങനെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമപരമായി നീങ്ങുന്നില്ലേ? അത് കൊള്ളാലോ ചേച്ചി. അല്ല, എന്ത് പറഞ്ഞിട്ടാണ് ചേച്ചി കേസ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു കണ്ടന്റ്, അത് പൈസ കൊടുത്ത് വാങ്ങിയ ഒരാൾ സ്ക്രീൻഷോട്ട് എടുത്തെന്ന് വെച്ച് എന്ത് കേസ് എടുക്കാനാണ്? ഇത് നല്ല കഥ. ചേച്ചി നിയമപരമായി നീങ്ങാനും നിരങ്ങാനും അങ്ങോട്ട് ചെന്നാൽ മതി. പോലീസുകാർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. പറ്റൂലെങ്കിൽ നിർത്തിക്കോ ചേച്ചി. ഇത്രയും കഷ്ടപ്പെട്ട് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ചെയ്യാനൊന്നും ആരും നിർബന്ധിച്ചിട്ടൊന്നുമില്ലല്ലോ. ചേച്ചി ബാക്കി പറ. അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നത്. നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ലേ? അതെടുക്കാൻ വരെ. അങ്ങനെ ചോദിക്ക് ചേച്ചി. നിനക്കൊക്കെ വേണ്ടി ഓരോ ദിവസവും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കണ്ടന്റുകളും ഉണ്ടാക്കി തരുന്നതെന്ന് അറിയോ? എന്നിട്ടും നിന്റെ ഒന്നും ആർത്തി തീരുന്നില്ലല്ലോ. കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോ അവിടെയും സൗകര്യം തരൂലെന്ന് വെച്ചാൽ ഇങ്ങനെയാണെങ്കിൽ ചേച്ചിനെ ആർക്കും കണ്ടന്റ് തരൂലട്ടോ. റിയാക്ഷൻ ബ്ലോഗർമാരൊക്കെ കണ്ടന്റ് കിട്ടാതെ പട്ടിണി കിടന്ന് ചാവും.
നോക്കിക്കോ. വെറുതെ രേണു ചേച്ചിയോട് കളിക്കാൻ നിൽക്കണ്ട. പിന്നെ ബാക്കി പറയുന്നതാലും ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന എന്താ പറയാ അവർക്ക് വേണ്ടി മാത്രമുള്ള പോസ്റ്റുകൾ മിക്ക സെലിബ്രിറ്റികളും ഇങ്ങനെ ചെയ്യുന്നത്. നീയൊക്കെ ഒന്ന് വലിയ വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുള്ള സബ്സ്ക്രിപ്ഷൻ അവരുടെ സബ്സ്ക്രിപ്ഷൻ കയറി നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കി. ഈ വിവരം അറിയുന്നു ഒരു ചുക്ക് ഇവിടെ സംഭവിക്കാൻ പോണില്ല. സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കണ്ടന്റുകളല്ലേ, അത് വൾഗറാക്കാതെ അൾട്ടർ ചെയ്യാതെ അതുപോലെ പ്രചരിപ്പിച്ചു എന്ന് വെച്ച് ഇവിടെ ഒരു കോപ്പും സംഭവിക്കാൻ പോണില്ല. അതിപ്പോ എത്ര വലിയ സെലിബ്രിറ്റി ആയാലും അങ്ങനെ തന്നെ. പക്ഷെ എന്നിട്ടും വലിയ സെലിബ്രിറ്റികളുടേതൊന്നും ആർക്കും വേണ്ട. എന്റെ രേണു ചേച്ചിന്റേത് മാത്രം മതി എല്ലാവർക്കും. ഓ ചേച്ചിന്റെ ഒരു പവറില്ലേ, ഇതൊക്കെ അഭിമാനിക്കേണ്ട സംഗതിയല്ലേ ചേച്ചി. ഒന്ന് പോസിറ്റീവായി ചിന്തിച്ചു നോക്കി നിങ്ങള്. ബാക്കി പറഞ്ഞാലും പറയാം. അപ്പൊ ഈ എന്റെ മെക്കെട്ട് കയറാനേ നിനക്കൊക്കെ അറിയത്തുള്ളൂ. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആക്കുക. നാണം ഉണ്ടോ നിനക്കൊക്കെ? നാണം ഉണ്ടോ? ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടെ തന്നതാണ്. മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിനും കൊടുത്ത പോലെ എനിക്കും കൂടെ തന്നതാണ് ആ ഒരു പ്ലാറ്റ്ഫോം. ഞാനും കൂടെ എന്താ പറയാ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാനാണ്. അത് നീ പേഴ്സണൽ അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആയിട്ട് കാണുന്നത്. നീ സ്ക്രീൻഷോട്ട് എടുത്ത് നിന്റെ ഫോണിൽ വെച്ചോ. നീ എന്തിനാ പബ്ലിക് ആക്കുന്നത്? ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നല്ലേ. അപ്പൊ അതാണ് സംഭവം. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനൊന്നും ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് എന്നും അതിരുന്ന് കണ്ടോളി, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്തിനാണ് ഇങ്ങനെ പബ്ലിക് ആക്കുന്നത്? പബ്ലിക് ആക്കിയാൽ പിന്നെ ആരെങ്കിലും ചേച്ചിന്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യോ? ഇല്ലല്ലോ. എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ നിൽക്കൂലല്ലോ. അതോടെ ചേച്ചിന്റെ വരുമാനവും മുട്ടും. അതാണ് പ്രശ്നം. അല്ലാതെ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിലോ അത് 4 ആൾ കാണുന്നതിലോ ചേച്ചിക്കൊന്നും ഒരു കുഴപ്പമില്ല. പൈസയാണ് പ്രശ്നം. സബ്സ്ക്രൈബേഴ്സ് കുറയും, വരുമാനം നിൽക്കും. അത് ചേച്ചിക്ക് സഹിക്കാൻ കഴിയൂല. ചേച്ചി ബാക്കി പറഞ്ഞതായിരുന്നു. നിന്റെ വീട്ടിലെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇത് മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന്, ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. വേറെ വല്ല സെലിബ്രിറ്റികളുടെ നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ വിവരം അറിയും നീയൊക്കെ. മനസ്സിലായോ? മനസ്സിലായ പട്ടികളെ എന്നാണ് ചേച്ചി പറയാൻ നിന്നത്. പിന്നെ ചേച്ചിയുടെ മാന്യത കൊണ്ട് മാത്രം അങ്ങനെ വിളിക്കാതിരുന്നതാണ്. എന്തായാലും ഈ രേണുസുതി നിന്നെയൊക്കെ നിയമപരമായി നേരിടുമടാ. നിന്നെയൊക്കെ ഇരുമ്പായി എണ്ണിക്കും, ഗോതമുണ്ട് തീറ്റിക്കും. നോക്കിക്കോ നീയൊക്കെ. രേണുവിന്റെ സബ്സ്ക്രിപ്ഷനിൽ കയറി പിടിക്കാൻ മാത്രം നീയൊക്കെ വളർന്നു അല്ലെ. നിനക്ക് ഈ രേണുവിനെ ശരിക്കും അറിയൂല. അങ്ങ് റാസൽ കൈമേൽ വരെ ഉണ്ടടാ രേണുവിന് പിടിപാട്. എല്ലാരും യുദ്ധം പേടിച്ച് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ചേച്ചി വിമാനം പിടിച്ച് അങ്ങോട്ട് പോവാൻ, അതും ഒരു ബാർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട്. ഒരു വീഡിയോ കണ്ടു നോക്കാം. ദുബായ് റാസൽ കൈമ. അവിടെ നമ്മുടെ ചെമ്പരത്തി റെസ്റ്റോ ബാറിന്റെ ഇനോഗ്രേഷൻ ആണ് ആള്. ഞാന് 2-ാം തീയതി തിരിച്ചു വരും. പേടിപ്പിക്കാതെ ഇത്തവണ പോകുമ്പോ ഇച്ചിരി പേടിയാ. ഞാൻ ടിക്കറ്റ് വരാത്തപ്പോ ഞാൻ അടുത്ത് ഇനിയിപ്പം വരത്തില്ലേന്നൊക്കെ ആലോചിച്ച് സന്തോഷമായിട്ട് പെട്ടെന്ന് ടിക്കറ്റ് വാങ്ങി. എന്തായാലും കുഴപ്പമില്ല. രേണു ചേച്ചിന്റെ ഒക്കെ റേഞ്ച് നോക്കി നിങ്ങള് എങ്ങനെ നിന്നിരുന്ന ആളാണ്. ഇപ്പൊ ഇടയ്ക്കിടെ UAE ട്രിപ്പ്, ഉദ്ഘാടനങ്ങൾ, ബാർ ഡാൻസ്. ഹോ ലൈഫ് തന്നെ. യുദ്ധത്തെ പോലും പേടിയില്ലാതെയാണ് ചേച്ചി വിരുമാറും കാണിച്ച് റാസൽ ഖൈമയിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള ആൾ ഇവിടെ സബ്സ്ക്രിപ്ഷന്റെ പേരും പറഞ്ഞ് കറിയാന്നൊക്കെ പറഞ്ഞാ മോശമാണ് കേട്ടോ ചേച്ചി. നിങ്ങൾക്ക് ഒരു വിലയുണ്ട്, അത് നിങ്ങൾ കളയരുത്. എന്തായാലും എയർപോർട്ടിൽ വെച്ച് സബ്സ്ക്രിപ്ഷൻ വിവാദത്തെ കുറിച്ച് ഓൺലൈൻ മീഡിയകളോട് രേണു ചേച്ചി പ്രതികരിക്കുന്നുണ്ട്. അതും കൂടി കണ്ട് നമുക്ക് നിർത്താം. നിങ്ങൾക്കറിയാം, നിങ്ങൾ മീഡിയക്കാർ വരുമ്പം ഇപ്പൊ ദാസേട്ടൻ കോഴിക്കോട് പ്രതീക്ഷിന്റെ ഒക്കെ കൂടെ ആൽബം ചെയ്യുമ്പോഴും ഞാൻ വയറ് കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെയാണ് അതിലും ഇപ്പം ഫോട്ടോ എടുക്കുമ്പം കാണുന്നത്. അതിപ്പം അതത്ര വലിയ സംഭവമാണെന്നൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ സബ് ചെയ്യുന്നതിനകത്ത് കയറിയിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അത് അങ്ങനെ വിവാദമാക്കാന്ന് പറഞ്ഞാൽ അത് അവരെടുത്തോട്ടെ. അതൊന്നും എനിക്കറിയത്തില്ല. അവരുമായിട്ട് എന്നെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, വലിയ വലിയ സെലിബ്രിറ്റികളാണ്. ഞാൻ ഇപ്പോഴും സാധാരണക്കാരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നതും നിൽക്കുന്നതും. ചേച്ചി ഒരിക്കലും അങ്ങനെ പറയരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചേച്ചിയാണ് ഏറ്റവും വലിയ സെലിബ്രിറ്റി. സോ ചേച്ചി അങ്ങനെ സ്വയം ചെറുതാക്കി പറയരുത്. ഞങ്ങൾ ഫാൻസാർക്ക് അത് സഹിക്കൂല. എന്തായാലും ദാസേട്ടും കോഴിക്കോടിനൊപ്പവും പ്രതീഷിനൊപ്പവും ഒക്കെ വയറ് കാണിച്ച് റീൽ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഈ എക്സ്ക്ലൂസീവും താൻ ചെയ്യുന്നുള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല എന്നാണ് ചേച്ചി പറയുന്നത്. എന്താണ് ചേച്ചി ഇതൊക്കെ ഇങ്ങനെ പബ്ലിക്കായി പറയാൻ പാടുണ്ടോ? ഇതൊക്കെ കേട്ടാൽ അതോടെ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന പരിപാടിക്ക് ആളുകൾ നിർത്തൂലേ? എന്തോ വലുത് പ്രതീക്ഷിച്ചാണ് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. എന്നാൽ ഈ ആൽബത്തിലൊക്കെ കാണുന്ന പോലുള്ള അപരാധങ്ങളാണെന്ന് അറിഞ്ഞാൽ അതോടെ ആളുകൾ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിപാടി തന്നെ അങ്ങ് നിർത്തും. അതൊക്കെ ശ്രദ്ധിക്കേണ്ട ചേച്ചി. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.